ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ വിയറ്റ്നാം ടൂറിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളിയായിട്ടുള്ള സൈറ്റ് സീയിങ്ങോ അഡ്വഞ്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്നൊരു റിലാക്സിങ് മോഡിലുള്ള ഒരു ദിവസമാണ്. കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, നമ്മുടെ ബാഗെല്ലാം പാക്ക് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ഉച്ച ആവാറായി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന പോക്കാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മളെ ഇനിയിപ്പോൾ അവർ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ കുറച്ച് പ്ലെയിൻ സ്പോട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. നമ്മുടെ ഈ 7 ദിവസത്തെ ട്രിപ്പിൻ്റെ ഒരു നല്ലൊരു എൻഡിങ് വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിയറ്റ്നാമിൽ വന്നിട്ട് കേരള ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കായിരുന്നു നമ്മളിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കണ്ടായിരുന്നു. അപ്പോൾ കേരള റെസ്റ്റോറൻറ്റ്സ് ഒന്നും അധികം ഒന്നും കണ്ടില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഒരു കേരള റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ നടന്നു പോകാൻ കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോച്ചിമിൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ മിക്ക ടൈപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ഓരോ സ്ട്രീറ്റുകളൊക്കെ കണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിക്ക് നമ്മൾ കാശൊക്കെ കൊടുത്തതാ. ഇനിയിപ്പോൾ നമ്മുടെ കേരള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളിപ്പോൾ നടന്നു പോവുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച കേരള റെസ്റ്റോറൻറ്റ്. മലബാർ കിച്ചൺ എന്നാണ് കേട്ടോ പേര്. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് എയർപോർട്ടിൽ നേരത്തെ പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമ്മളിവിടെ 2 തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ പാറുവിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തിയും. ഇപ്പോൾ ഫുഡ് വന്നു, നമ്മളിപ്പോൾ കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ടേസ്റ്റ് ഈസ് ഓക്കെ. കാരണം നമ്മളെ നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കേരള ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത്. എന്നാലും തരക്കേടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മുടെ ലഗേജ് എല്ലാം പിക്കപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള ചേട്ടൻ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം വന്നു, ഹോട്ടലിൽ ചെന്നു, നമ്മുടെ ലഗേജെല്ലാം എടുത്ത് ചെക്കൗട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സിറ്റീൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയ ബെന്താങ് മാർക്കറ്റൊക്കെയാണ് ആ സൈഡിൽ കാണുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ചോദിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബ് ഡ്രൈവർ ചേട്ടൻ ഒരു 6 അറവയിൽ പറപ്പിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് വിയറ്റ്നാമീസ് ഡോങ് എല്ലാം കൂടെ പുള്ളിക്കാരന് കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരന് ഹാപ്പിയായി. ബാഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തു, സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് പ്ലെയിൻ സ്പോട്ടിംഗ് ആണ് കേട്ടോ പരിപാടി. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ പ്ലെയിൻ വന്നിറങ്ങുന്നതും പോകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. പാറുകുട്ടിക്ക് ഇന്നലെ ബെന്താങ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാവക്കുട്ടിയാണ് കേട്ടോ. ആ പാവക്കുട്ടീനെ എൻ്റെ ലാപ്ടോപ്പ് ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉൾവശം. കുറേ ഡ്യൂട്ടി ഫ്രീയും അല്ലാത്തതും ആയിട്ടുള്ള ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഇവിടെ കോഫി പൗഡർ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡറാണ്. നല്ല അടിപൊളി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡേഴ്സ് കിട്ടും ഇവിടെ. പിന്നെ അതേ കണക്ക് തന്നെ വേറെ കുറേ ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അവിടെ തന്നെ കുറേ ചോക്ലേറ്റ്സും, മിക്കതും കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ദുരിയാൻ്റെ ചോക്ലേറ്റ്സും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും പാറും കൂടെ ഈ ഒരു കൺവെയർ ബെൽറ്റിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ കുറേ കടകളുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്സ്, അതിനകത്ത് കുറേ, അപ്പോൾ അതിലൊക്കെ സുവനീഴ്സൊക്കെ വിൽക്കുന്നുണ്ട്.
പിന്നെ ടോയ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഒരുപാട് നല്ല ഷോപ്പുകളുണ്ടായിരുന്നു ഇതിനകത്തും. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസും ആയിരുന്നു, ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ല. അപ്പോൾ ഈ എയർപോർട്ടിൽ 2 ലെവലായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേളിൽ നമ്മൾ താഴെ ഇറങ്ങി വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം വരാറുള്ള സമയമൊക്കെ ആയി. അപ്പോൾ നമുക്ക് പോകാനുള്ള നമ്മുടെ ഫ്ലൈറ്റാണ് കേട്ടോ വരുന്നത്, എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ്. സോ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് മലേഷ്യയിലേക്കാണ്. മലേഷ്യയിൽ നിന്നാണ് അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബാംഗ്ലൂർക്ക്. ഇപ്പോൾ 2 ഫ്ലൈറ്റിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം അവർ തന്നെ ഇൻറ്റേർണലി ട്രാൻസ്ഫർ ചെയ്തോളും. ഇപ്പോൾ നമ്മുടെ ബോർഡിങ് തുടങ്ങി, നമ്മളിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഞാനിപ്പോൾ ഈ എയർ ഏഷ്യയിലേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. ഇത് എയർ ഏഷ്യ നമ്മുടെ നാട്ടിലെ എയർ ഏഷ്യ ഇല്ല, ഇത് മലേഷ്യൻ ബേസ്ഡ് ആയിട്ടുള്ള എയർ ഏഷ്യയാണ് കേട്ടോ. അപ്പോൾ സീറ്റ്സൊക്കെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 1.25 മുതൽ 2 മണിക്കൂർ എടുക്കും നമുക്ക് മലേഷ്യയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വിയറ്റ്നാമിൽ 7 ദിവസത്തെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമമുണ്ട്, പക്ഷേ എന്നാലും അതിനെക്കാട്ടി ഏറെ സന്തോഷമാണ് ഉള്ളത്. കാരണം നമ്മുടെ ഈ ട്രിപ്പ് നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു, ഇവിടുത്തെ ടൂർ കോർഡിനേറ്റേഴ്സ് ആയാലും ഫുഡായാലും പിന്നെ ആരോഗ്യപരമായിട്ടും ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല, എല്ലാം വളരെ സ്മൂത്തായിരുന്നു. പിന്നെ നമ്മുടെ ഈ നമ്മുടെ കുട്ടി പാറുവിനെ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ടും കൂടിയായിട്ട് ഈ ഒരു വീഡിയോസ് എല്ലാം ഞാൻ ലോഗിൻ ചെയ്തത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോസുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടെ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത നിങ്ങൾക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്ലീസ് കീപ് വാച്ചിങ് ദ വീഡിയോസ് ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് കുറച്ചും കൂടി വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനും വ്ലോഗ് ചെയ്യാനൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. So bye bye Vietnam, see you next time, and bye bye everyone, and thank you for watching.